ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു. എ പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ അന്തകൻ എന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. അമർഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നറിയുന്നു. അന്തിമമായി തീരുമാനമെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. ഷിജോ കുര്യൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, വിവരങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ വാർത്തകൾ പരക്കുമ്പോഴാണ് ആത്മകഥയിലെ കാര്യങ്ങൾ പറഞ്ഞൊരു ഭീഷണിയുമായി അദ്ദേഹം പുറത്തു വന്നത്. ആ ഭീഷണി ഫലിച്ചു എന്ന് വേണമോ നമ്മൾ കരുതാൻ? ഗുഡ് മോർണിംഗ് എസ്കേൻ. വെരി ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ശരി. എസ്കേൻ പറഞ്ഞതുപോലെ പത്മകുമാറിൻ്റെ ഭീഷണി കൃത്യമായിട്ട് CPM നേതൃത്വം മനസ്സിലാക്കുകയും അതിന് വഴങ്ങുകയുമാണ് ചെയ്തത്. പത്മകുമാർ ഇനി കടന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായതോടുകൂടിയാണ് പത്മകുമാറിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാതെ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയത്. സ്വാഭാവികമായിട്ടും അത് വ്യാഖ്യാനിക്കപ്പെടുക പത്മകുമാറിന് വഴങ്ങി എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ന്യായീകരണവും അല്ലെങ്കിൽ അതിൻ്റെ വേറെ വിശദീകരണവും നേതൃത്വം നൽകിയാലും അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല. പത്മകുമാറിന് വഴങ്ങുക തന്നെയാണ് ജില്ലയിലെ CPM നേതൃത്വം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ പത്മകുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നു. പത്മകുമാറിനെതിരെ കടുത്ത നടപടി തന്നെ വേണം എന്നുള്ള കാര്യമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പക്ഷേ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയപ്പോൾ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയാൽ മതി എന്നുള്ള തീരുമാനം എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും പത്മകുമാർ പാർട്ടിയുടെ അന്തകനാണ് എന്നുള്ള വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ആളാണ് പത്മകുമാർ. അദ്ദേഹം ഈ പറയുന്ന പാർട്ടിയെയും അതുപോലെ തന്നെ ഭക്തിയും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തി ഒരു വിശ്വാസവഞ്ചന കാണിച്ചു, ആളുകളെയൊക്കെ കബളിപ്പിച്ചു എന്നുള്ള വിലയിരുത്തൽ കൂടി ജില്ലാ സെക്രട്ടേറിയറ്റിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ നടപടിയിൽ ബഹുഭൂരിപക്ഷം പ്രവർത്തകർക്കും വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. ആ അമർഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക കൂടി ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പത്തനംതിട്ട ജില്ലാ CPM ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റ് ചില മുതിർന്ന നേതാക്കളും പത്മകുമാറിനൊപ്പം നിൽക്കുകയാണ്. അതായത് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ജില്ലയിലെ മന്ത്രിയെ തന്നെ അവഹേളിച്ച് വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ നേതൃത്വം പറഞ്ഞത് SIT കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതിനുശേഷം തുടർ നടപടികൾ ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാറിന് ഒരു സംരക്ഷിത കവചമൊരുക്കുന്ന സമീപനം സ്വീകരിച്ചു. അത് ശരിയായിരുന്നില്ല എന്നുള്ള വിമർശനം കൂടി ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അത് അന്തിമമല്ല. അതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ പത്മകുമാറിനെതിരെ സംസ്ഥാന നേതൃത്വം ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും പത്മകുമാറിൻ്റെ ക്യാമ്പ് അങ്ങേയറ്റം ആശ്വാസത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെ വലിയ വെളിപ്പെടുത്തലുകൾ, തുറന്നുപറച്ചിലുകൾ പത്മകുമാർ ഇനി നടത്തില്ല, ഇനിയിപ്പോൾ കുറച്ചുനാൾ സംയമനം പാലിക്കാം എന്നുള്ള ഒരു നിലപാടിലാണ് നിലവിൽ പത്മകുമാർ ഉള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വലിയ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ആത്മകഥയെ പ്രസിദ്ധീകരിക്കുമോ ഒക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. നിലവിൽ എന്തായാലും പത്മകുമാർ വലിയ ആശ്വാസത്തിലാണ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തുറന്നുപറച്ചിൽ ഇനിയിപ്പോൾ ഉടനെയൊന്നും പത്മകുമാർ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എസ്കെയിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.